ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ വീണ്ടും ലഞ്ച് ഉണ്ടാക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. പ്രധാനമായിട്ട് ഇത് കണ്ടോളൂ. ഇത് പലർക്കും അറിയുന്ന കാര്യമാണ്, അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് അഗസ്ത്യക്കീര. അഗസ്ത്യക്കീര ഇതല്ല, അഗസ്ത്യക്കീരയുടെ പൂവാണ്. അതിൻ്റെ ഇല ഇങ്ങനെ ഇരിക്കും. ഇത് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മ വരും. ദിസ് ഇസ് അഗസ്ത്യക്കീര. ഇതിൻ്റെ ചെറിയ ഇലയാണ്, ടെൻറ്റേമാണ്. കുറച്ചുകൂടെ വലിപ്പം ഉണ്ടാവും ഇലയ്ക്ക് സാധാരണ. അതിലാണ് ഈ പൂ ഉണ്ടാകുന്നത്. ഈ പൂ തന്നെ 2 കളറാണ് സാധാരണയായിട്ട് കേരളത്തിൽ കാണുന്നത്. വൈറ്റ് കളറിലൊരു ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു എന്താ പറയുക, റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു കളർ പോലെ, പിങ്ക് മെച്ചന്ത പോലെ. ഇതാണ് ഒരു കാര്യം. അപ്പോൾ എനിക്ക് കുറേ പൂ കിട്ടി. പിന്നെന്താ, കുറേ പയർ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ പെരപ്പങ്കോട് കളക്ഷനാണ്. പെരപ്പങ്കോട് കളക്ഷൻ എന്ന് പറയുമ്പോൾ ബോയിച്ചേട്ട പെരപ്പങ്കോട് നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ മീന കൊടുത്തയച്ചതാണ് ഈ അഗസ്ത്യപ്പൂ. സിസ്റ്റർ അവിടുത്തെ അഗസ്ത്യ മരത്തിൻ്റെ ഇലയും പൂവൊക്കെ നമ്മൾ കഴിക്കുന്നതാണ്. അത് ഹമ്മിങ് ബേർഡ് പ്ലാന്റ് എന്നും ഇതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ. ഒരു ചെറിയ എന്താ ഷേപ്പ്, ഇങ്ങനെ ഒരു ബോട്ട് ഷേപ്പ്, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ഇത് ഭയങ്കര നല്ലതാണ്. നല്ല നമ്മുടെ വയറിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പൂവാണെങ്കിലും ഇലയാണെങ്കിലും അയൺ കണ്ടൻറ്റും ധാരാളമായിട്ട്, പിന്നെ നമ്മുടെ ടോക്സിൻസൊക്കെ ബോഡിയിൽ നിന്നൊക്കെ മാറ്റാനൊക്കെ ഉള്ള കഴിവുണ്ട്. വളരെ നല്ലതാണ്, ഭയങ്കര നല്ലതാണ്. എൻ്റെ അമ്മയെല്ലാം സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു, പീറൂക്കടയുള്ള വീട്ടിൻ്റെ അവിടെ എല്ലാം ഉണ്ട്. ഈ ഇല പിന്നെ നെയ്യിൽ മെഴുക്ക് വരട്ടി പോലെ ആക്കി കഴിക്കും. പൂവ് അതുപോലെ തോരൻ വയ്ക്കും. ഇതെല്ലാം അപ്പോൾ ഞാൻ വിചാരിച്ചു തോരൻ വയ്ക്കാം. ഓക്കെ, പിന്നെ പയറൊക്കെ ഉണ്ട്, പയറൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. അല്ലാണ്ട് അതൊരു കാര്യം, തോരൻ. പിന്നെ ഒരു ഒഴിച്ചു കറിക്ക് ഞാൻ പഴുത്ത മത്തനുണ്ട്. മത്തൻ വെച്ചിട്ടൊരു ഒഴിച്ചു കറി ഉണ്ടാക്കാൻ പോണു. പിന്നെന്താ പരിപാടി, പിന്നെ ഇത് ഒരാളെ കൂടെ കാണിച്ചത്, ടൊമാറ്റോസ്. ഇത് ഓർഗാനിക് ടൊമാറ്റോസ്, നമ്മുടെ മോളീസ് ഗാർഡനിലെ ടൊമാറ്റോസൊക്കെ ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയായിട്ട് ഇതൊക്കെ പഴുത്തുകൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് പറിച്ചുകൊണ്ടും ഇരിക്കുന്നു. വലിയ വലിപ്പമൊന്നുമില്ല. ചിലത് ഇതാണ് ഇച്ചിരി വലിപ്പമുള്ളത്. ഇത്രയൊക്കെ ഉള്ളൂ. കാര്യം ഇത് നമ്മൾ വേറെ എക്സ്ട്രാ വളമൊന്നും കൊടുക്കുന്നില്ലല്ലോ. ചാണകപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, മരുന്നൊന്നും ഇല്ല. അത് കാരണം ഓർഗാനിക്. അപ്പോൾ ടൊമാറ്റോ ഉണ്ട്, വെച്ചിരുന്നാൽ ഇനിയും പഴുത്തുകൊണ്ടേ ഇരിക്കും. അത് വിളഞ്ഞിട്ടാണ് പറിക്കുന്നത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതെല്ലാം കൂടി വെച്ചിട്ട് കാര്യം. പിന്നെ സോയാ ചങ്ക്സ് വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കാം. സോയാ ചങ്ക്സ് മസാല. ഇത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നു. 1 കപ്പ് സോയാ ചങ്ക്സ്. ഞാനിങ്ങനെ കട്ട് ചെയ്ത് തുടങ്ങി ഓൾറെഡി. ഓരോന്നിനെ ഉണ്ടാക്കാം. ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ ഇട്ടാൽ മതി. ചെറിയ സൈസും ഇപ്പോൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് സോയാ ചങ്ക്സ്. അപ്പോൾ എല്ലാം 2 മുറിക്കാം. വെള്ളം അടുപ്പിൽ തിളയ്ക്കാനായിട്ട് വെച്ചു. ഇത് സോയാ ചങ്ക്സ് വേവിക്കാനായിട്ടുള്ള വെള്ളം. ഇതരിഞ്ഞിട്ട് വേവിക്കാനായിട്ട് ഇടാം. അപ്പോൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് തുടങ്ങാം. വെള്ളം വെട്ടി തിളച്ച് തുടങ്ങി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. ഇതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ്. അപ്പോൾ ഇച്ചിരി എരിവെല്ലാം നന്നായിട്ട് ഇതിനകത്ത് കഷ്ണത്തിൻ്റെ ഉള്ളിൽ, ഇത് സ്പോഞ്ച് പോലെയാണല്ലോ. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ആകുമ്പോൾ ഉള്ളിലേക്കും കൂടി കാര്യങ്ങൾ പിടിക്കും. ഉപ്പും കൂടി ചേർക്കാം. ഇനി ഒന്ന് വേകുമ്പോൾ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റാം. ഇനി ഇതവിടെ നടക്കട്ടെ. അഗസ്ത്യക്കീരയുടെ പൂവിനെ നമുക്ക് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇതിൽ പ്രത്യേകിച്ച് കളയാനൊന്നുമില്ല. ഈ തണ്ടിൻ്റെ ഈ ഭാഗം ഇച്ചിരി കളയാം. ഈ ഭാഗം മാത്രം ഇങ്ങനെ മുറിച്ച് മാറ്റാം. പിന്നെ ചിലവർ ഇതിൻ്റെ അകത്തെ ഈ ഒരു ഭാഗം കുറച്ച് കളയുന്നവരുണ്ട്. ഈ ഭാഗം നോക്കിയിട്ട് ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇച്ചിരി വാടിയതാണ് ആ ഭാഗം, അതുകൊണ്ട് അത് മാറ്റുന്നു. ഇത് വാടിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ട് കൂടുതലാണെന്ന് തോന്നുമോ വേണ്ട. എന്നിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട്. ഒരു പൂവൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് രസമല്ലേ. സാധാരണ കാണാത്ത കാഴ്ചയല്ലേ, പക്ഷേ ഇത് അങ്ങനെയാണ്. ഇറ്റ്സ് എ ഫ്ലവർ, എഡിബിൾ ഫ്ലവറാണ്. അപ്പോൾ ഈ എഡിബിൾ ഫ്ലവറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ തായ്ലാൻഡിൽ ഉപയോഗിക്കാറുണ്ട്, വിയറ്റ്നാം, കംബോഡിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ പോപ്പുലറാണ്. പിന്നെ ഇതിനെ പക്കോറാസ് പോലെ, ഫ്രിറ്റേഴ്സ് പോലെ മാവിൽ മുക്കി വറുത്ത് കഴിക്കുന്ന രീതിയുണ്ട്, നല്ല കരുകരുപ്പായിട്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാൻ വേണമെങ്കിൽ. ഇതിപ്പോൾ എനിക്കിഷ്ടം പോലെ ഉണ്ട്. എന്താ നല്ല. പിന്നെ വേറൊരു കാര്യം പറയാം. ഈ മൗത്ത് അൾസർ വരുന്നവർക്ക് പണ്ടത്തെ കാലത്ത് അമ്മമാരും മുത്തശ്ശിമാരൊക്കെ പറയുന്ന ഹോം റെമഡിയാണ്. നെയ്യിൽ വഴറ്റി കൊടുക്കുകയാണെങ്കിൽ നല്ല മെഴുക്ക് വരട്ടി പോലെ
ഹോം ഇത് നമ്മുടെ അൾസറൊക്കെ മാറും, മൗത്ത് അൾസർ, ചുണ്ടിൻ്റെ ഇങ്ങനെ പൊള്ളി വരില്ലേ, പൊട്ടി നമ്മുടെ ചുണ്ട് വായ്ക്കകത്തൊക്കെ വായ്പുണ്ടെന്നൊക്കെ പറയുന്നത്, അതിനൊക്കെ നല്ലൊരു റെമഡിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതുകൊണ്ട് ഭയങ്കര ഗുണമാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇൻഗ്രീഡിയൻറ്റ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോം ഗാർഡൻസിൽ മാത്രമേ കിട്ടുള്ളൂ, നമുക്ക് അല്ലാണ്ട് സൂപ്പർ മാർക്കറ്റിലൊന്നും പോയി വാങ്ങാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ലോക്കൽ ചന്തകളിലെല്ലാം പോയാൽ ഇപ്പം നാട്ടുമ്പുറം ചന്തകളുണ്ടല്ലോ, അങ്ങനെ കുറച്ച് ലോക്കൽ. അപ്പോൾ ഈ ലോക്കൽ ചന്ത എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഇടയ്ക്ക് നമ്മുടെ പോത്തങ്കോട് ചന്തയിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ എന്തുമാത്രം നെഗറ്റീവ് കമൻറ്റ്സ് അറിയാം. ഞാൻ ലോക്കൽ ചന്ത എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇഷ്യൂ. ലോക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, അപ്പോൾ എല്ലാവരും കുറേ പേര് അങ്ങനെ പറഞ്ഞു, ലോക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വലിയ പരിഷ്കാരിയാണോ, ലോക്കൽ എന്ന് എന്താ പറയുന്നതെന്നൊക്കെ. ലോക്കൽ മീൻസ് പ്രാദേശികം, അങ്ങനെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അവരുടെ സിറ്റിയിലുള്ള ആൾക്കാരെക്കാട്ടി ഒട്ടും കുറവാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ലോക്കൽ എന്ന് കുറേ പേർക്കത് മനസ്സിലായി. കുറേ പേര് പറയുന്നുണ്ട് ചേച്ചി ഉദ്ദേശിച്ചത് പ്രാദേശികം എന്നാണ്, ലോക്കലിൻ്റെ അർത്ഥം അതാണ്. ലോക്കൽ ഒരു ഇംഗ്ലീഷ് ടേം ആണെങ്കിലും മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രാദേശികമായ ഒരു ചന്ത. നമ്മൾ അങ്ങനെ ഒരു വില്ലേജ് സൈഡിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ടൗൺഷിപ്പിൽ വരുമ്പോൾ സിറ്റിയിലെ ചന്ത, ഇങ്ങനെ പല പല ചന്തകളാണല്ലോ. ഇപ്പോൾ സിറ്റിയിലും ഉണ്ട് അതുപോലത്തെ കുഞ്ഞു ചന്തകൾ, അതായത് പല സ്ഥലത്തു നിന്നുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റല്ല. അതാണ് നമ്മൾ ഈ ലോക്കൽ ചന്ത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. പ്രാദേശിക ചന്ത വളരെ എന്താ പറയുക, വളരെ റസ്റ്റിക്കായിട്ടുള്ള, നമുക്ക് ഭയങ്കര ഗൃഹാതുരത്വം തോന്നുന്ന, പണ്ടത്തെ കാലത്ത് അതല്ലേ ഉള്ളൂ, ഇപ്പോഴല്ലേ ഈ സൂപ്പർ മാർക്കറ്റ് സംസ്കാരമൊക്കെ വരുന്നത്. എനിക്ക് പൊതുവേ അതാണ് ഇഷ്ടം, സൂപ്പർ മാർക്കറ്റ്സിനെക്കാട്ടിലും. പക്ഷേ നമുക്ക് അവൈലബിൾ ഏതാണോ അതനുസരിച്ച് പോയി വാങ്ങിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലോക്കൽ മാർക്കറ്റ്സിലാണ് കിട്ടുന്നത്, പ്രാദേശിക ചന്തകളിൽ. സാധാരണ നമുക്ക് ഇപ്പോൾ ചാല, പാളയം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇല്ലേ, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഉപ്പടാവോട് പാലത്തിൻ്റെ അവിടെ പോയാൽ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിലൊരു ചെറിയ ചന്തയുണ്ട്, അങ്ങനെയൊക്കെ പേട്ട ചന്ത, അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ കിട്ടും. സ്ത്രീകളിങ്ങനെ വീട്ടു വളപ്പിൽ നിന്നെല്ലാം പറിച്ചിട്ട് വിൽക്കാനായിട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിത് കയ്യിലുണ്ട്, വീട്ടിൽ നിന്ന് പറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഹോം ഗാർഡൻ എന്ന് തന്നെ പറയാം. നമ്മുടെ സോയ ചങ്ക്സ് ഇസ് റെഡി. വെന്ത് കഴിഞ്ഞു, അത് വെള്ളത്തിൽ നിന്ന് മാറ്റും. സോഫ്റ്റായി, പാകത്തിന് വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അത്യാവശ്യം എരിവ് പിടിച്ചിട്ടുണ്ടാകും, ഉപ്പുണ്ടാകും, പിന്നെ മഞ്ഞൾപ്പൊടിയുടെ സാന്നിധ്യവും ഉണ്ടല്ലോ, ആ കളറേ മാറി കിട്ടി. ഇത് നോക്കേ. പിന്നെ ഈ വെള്ളം കളഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അതിൽ പ്രത്യേകിച്ച് ന്യൂട്രിറ്റീവ് വാല്യൂ ഒന്നും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അടുപ്പ് കത്തിച്ചു. അപ്പോൾ നമുക്കിനി ആദ്യം ഇത് ഏതാണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സോയ ചങ്ക്സ് ഇസ് റെഡി. അതിന് വേണ്ട കുറച്ച് മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ: ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരുപാട് തിന്നല്ല, സെമി ആയിട്ട് ഒരു ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി മീഡിയം സൈസ്, പിന്നെ ഒരു 4-5 വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. എല്ലാം വലിയ വലിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, നല്ല ചെറുതല്ല. നമുക്ക് വഴറ്റാനാണ്, വഴറ്റി നമ്മൾ അരയ്ക്കും, അതാണ് പ്രോസസ്സ്. ഇച്ചിരി എണ്ണ ഒഴിക്കട്ടെ, കുറച്ച് വെളിച്ചെണ്ണ. ഇതാണ് വെളുത്തുള്ളി, ഇങ്ങനെ അരിഞ്ഞിരിക്കുന്നത്. ഒരു 4-5 ഒരു 5 to 6 ചെറിയ അല്ലയാണെങ്കിൽ 6-7 എണ്ണം. ഇതിപ്പോൾ 1, 2, ഒരു 5 എണ്ണം ഉണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും വലിയൊരു ഇഞ്ചിയായിരുന്നു, സ്ലൈസ് ചെയ്ത് വെച്ചു. ഇതൊരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 സവാള എടുക്കുക. എണ്ണ ചൂടായി വരുന്നതേ ഉള്ളൂ, ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് സവാള വയണ്ട ബ്രൗൺ ഒന്നും ആകണ്ട, നമുക്കൊന്ന് വാട്ടിയെടുക്കാൻ. അതായത് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, മിക്സ്ചറിലൊക്കെ കിടക്കുന്ന കഴിഞ്ഞാണ് പൊട്ടുകടല. അപ്പോൾ എല്ലാം കൂടി ഏതാണ്ട് വഴണ്ട് റെഡിയായി വരുന്നു. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇങ്ങനെ പൊട്ടിച്ചിടാം. അതിങ്ങനെ ലെയേഴ്സാണ്. ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ ഇതൊരു 4-5 ലെയർ ഉണ്ടാകും. പൊട്ടിക്കുമ്പോൾ അതിങ്ങനെ ലെയേഴ്സ് വെള്ളിലേക്ക് വരുന്നു. ഒരു 3 ഏലക്ക, 2-3 ഗ്രാമ്പു, മസാലയുടെ ഐറ്റംസാണ്. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, അല്പം മതി, കാര്യം നമ്മൾ സോയ ചങ്ക്സിൽ ആവശ്യത്തിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഒരല്പം പേരിന് വേണ്ടി മതി, ഒരു 1/4 ടീസ്പൂണിന് താഴെ. ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. എരിവിനനുസരിച്ചിട്ട് ചേർത്തോളൂ, 1/2 മുതൽ 3/4 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ 1 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുള്ളൂ, പക്ഷേ മസാല കുറച്ച് കൂടുതൽ ഇങ്ങനെ പരണ്ടിരിക്കുന്ന പോലെ ആക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി.
ഇനി ഇതൊന്ന് തണുത്തിട്ട് അല്പം ഒന്ന് തണുത്തിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും. ഇത് അരയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് അരച്ച് കിട്ടും. ഒന്ന് തണുത്താൽ മതി. ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കും. ഈ സമയം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ വഴട്ടാനുണ്ട്. ഇതേ ചട്ടിയിൽ തന്നെ ബാക്കി കാര്യങ്ങളും ചെയ്യാം. ഇത് തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. നല്ലതായിട്ട് അരഞ്ഞിട്ടുണ്ട്. നല്ല മണമുള്ള മസാല, നല്ലൊരു മസാല മണം. അപ്പോൾ മസാലയും അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പിൽ ഞാൻ ചെറിയ തീയിൽ വെച്ചിരിക്കുമായിരുന്നു ചട്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് എണ്ണ വയ്ക്കും. എല്ലാം നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം ഒരു താളിപ്പ്, 1 ടീസ്പൂൺ കടുക് പൊട്ടി തുടങ്ങി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ഹോൾ ഉലുവയാണ്, മുഴുവൻ ഉലുവ. ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇനി ടൊമാറ്റോ ആൻഡ് പച്ചമുളക്. ടൊമാറ്റോ നമ്മളുടെ ടൊമാറ്റോ ആണ്, അപ്പോൾ ചെറുതായിരുന്നല്ലോ, അത് കാരണം അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണെങ്കിൽ 2 എണ്ണം മതിയാകും. ടൊമാറ്റോ എല്ലാം വാടി ഇങ്ങനെ ആയി വരുന്നു, കുഴഞ്ഞു വരുന്നൊരു പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ്, ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം പിടിച്ചിട്ടുണ്ട് കുറച്ച് വേവിക്കുന്ന സമയത്ത് തന്നെ. ഇപ്പോൾ ഒരു 5 മിനിറ്റായി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ്, അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ട് ഒന്നുകൂടി വെന്ത് കുറച്ചുകൂടി ഒന്ന് വെറ്റി കുറുകി കുറച്ച് ടൈറ്റ് ആയിക്കോട്ടെ. നല്ലൊരു മസാല, ഒരു ഇറച്ചി മസാല പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല മണം. ഇനി ഉപ്പിച്ചിട്ട് കൂടെ വേണ്ടി വരും. നമ്മൾ അരപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. സോയ മസാല ഈസ് റെഡി. അടിപൊളിയാണ് കേട്ടോ. ഇത് ചിക്കനെ തോൽപ്പിക്കും. നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് അതില്ലാത്ത ദിവസം ഇതുണ്ടാക്കി കഴിച്ചാൽ മതി, ഗംഭീരമായിരിക്കും. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഒഴിച്ചുകറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതായത് മത്തങ്ങ ഒഴിച്ചുകറി. ഇതിപ്പോൾ മത്തങ്ങ ചെറിയ പീസസായിട്ട് മുറിച്ചിട്ടുണ്ട്. നല്ല പഴുത്ത മത്തങ്ങയാണ്. ഇത് ഏകദേശം ഒരു 1.5-1.25 കപ്പ്, 2 കപ്പ് വരെ ഒന്ന് വയ്ക്കാം വേണമെങ്കിൽ. 1.5 കപ്പ് മുതൽ 2 കപ്പ് വയ്ക്കാനായിട്ട്. മത്തങ്ങ പീസസ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നു. ബിരിയാണി മുളകിൻ്റെ പൊടി. നന്നായിട്ട് വേകട്ടെ. വെന്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കാൻ പറ്റുന്ന പോലെ ആകണം. ഇത് വെന്തോളും. ഈ സമയം നമുക്ക് അരപ്പം കൂടി റെഡിയാക്കാം. ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതുണ്ട്, ഒരു 4 കൊച്ചുള്ളി, ഒരു വലിയ പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണിത്. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ജീരകം കൂടി ചേർക്കും, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. അപ്പോൾ ഇതൊരു പേസ്റ്റായിട്ട് അരച്ചിട്ട് വരാം. ഇതിലിപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, കാര്യം ഓൾറെഡി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത്. ഒരു പൂച്ച വന്ന് വിളിക്കുന്ന ശബ്ദം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇത് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് വരെ ആകാം. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഒഴിച്ചുകറി ഇങ്ങനെ മത്തങ്ങ വെന്ത് നല്ല ഒട്ടയുന്ന ഭാഗമാകണം. അരപ്പ് റെഡിയാണ്. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറൊക്കെ കഴുകി വെച്ചു. തിക്ക് തൈരായിരുന്നു, അതിന് ഞാൻ കുറച്ച് അടിച്ച് മോര് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പോളം തൈര് എടുത്തിട്ട് ഇങ്ങനെ ആക്കി. വെള്ളമൊന്നും ചേർത്തില്ല, അല്ലാണ്ട് തന്നെ ലൂസാക്കിയിടും. മത്തങ്ങ മോര് കറിയുടെ മത്തങ്ങ നന്നായിട്ട് വെന്തു. ഇനി ഇങ്ങനെ ചെറുതായിട്ട് ഞാനിപ്പോൾ തടിത്തവിയാണ് നമ്മുടെ ചിരട്ടത്തവി. ചെറുതായി ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. യെസ്, അരപ്പും കൂടി ചേർക്കാം. ഇനി ചെറിയ തീയിലിട്ടിട്ട് അരപ്പിൻ്റെ പച്ചച്ചുവന്ന് മാറണം. തിളയ്ക്കണം എന്നില്ല, ഒന്ന്
പച്ചച്ചുവ മാറിയാൽ മതി. അപ്പോൾ ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞു. നല്ല പതഞ്ഞ് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇച്ചിരി കൂടെ ഉപ്പ് വേണം. കുറച്ച് ഉപ്പ് കൂടി ചേർക്കട്ടെ. ഇനി നമ്മൾ മോരൊഴിക്കാനുണ്ട്. നല്ല കുറുകുറാന്നുള്ള കുറുകുറ മീൻസ് കട്ടി തൈരല്ല, മോരാക്കിയത്. ആ തൈരിനെ ഉടച്ച് മിക്സിയിലിട്ട് 2 അടി അടിച്ചപ്പോൾ അതിങ്ങനെ മോര് പോലെ അതാണ് ഒഴിക്കേണ്ടത്. പക്ഷെ അതൊന്ന് തണുത്തിട്ട് ഒരല്പം ഒന്ന് തണുത്തിട്ട് ഒഴിക്കും. മത്തങ്ങ ഒഴിച്ച് കറി ഈസ് ഗെറ്റിംഗ് റെഡി ഓൾമോസ്റ്റ്. എന്നിട്ട് താളിക്കാം. കുറച്ചൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മോരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി നമ്മുടെ മോര് കറിയിൽ ചേർക്കാം. അപ്പോൾ കറക്റ്റായിരിക്കും. എല്ലാം കൂടി വരുമ്പോൾ ഓക്കെ ആവും. കുറച്ചിങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഈ രീതിയിലാണ് മോര് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. തിക്കായിട്ടല്ല. തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ അതനുസരിച്ച് കുറച്ചാൽ മതി. മത്തങ്ങ ഒഴിച്ച് കറി റെഡി. അല്ലെങ്കിൽ മത്തങ്ങ മോര് കറി എന്ന് തന്നെ പറയാം. മത്തങ്ങ മോര് കറി റെഡി. ഇനി റെഡി ആയില്ല, താളിക്കാനുണ്ട് കേട്ടോ. അതും കൂടി കഴിച്ചിട്ട് പറയാം. കുറച്ച് വെളിച്ചെണ്ണ ചൂടാകട്ടെ. എന്നിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ, പിന്നെ കുറച്ച് കൊച്ചുള്ളി, ഇത്രയും കാര്യങ്ങൾ ഞാൻ താളിക്കാനായിട്ട് ഉപയോഗിക്കും. എണ്ണ ചൂടായി. 1 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ കൊച്ചുള്ളി, ഒരു 4 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. വറ്റൽമുളക് അത് ആവശ്യമനുസരിച്ചിട്ട്, കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്, മുരിഞ്ഞു തുടങ്ങി. തീ ഓഫ് ചെയ്യാം. നല്ല ചൂടാണ് ആ പാത്രത്തിന്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒഴിക്കുന്നു. നോക്കൂ, കറിയുടെ ഒരു ലുക്ക് തന്നെ മാറിയത് കണ്ടോ, എത്ര പെട്ടെന്നാണ്. ഗംഭീരമായില്ലേ? ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമ്മുടെ അഗസ്തിക്കീരയുടെ പൂ കൊണ്ടുള്ള തോരൻ തയ്യാറാക്കാം. ഇത് ഞാൻ നെയ്യിലാണ് ചെയ്യാൻ പോണത്. നോക്കിക്കോളൂ. അത് കഴുകി ഊറ്റി സെറ്റാക്കി വെച്ചിരിക്കുക. ആഹാ, എന്താ ഭംഗി! സോ ബ്യൂട്ടിഫുൾ. കണ്ടാൽ കഴിക്കാൻ തോന്നുന്നില്ല, അതിന് അത്രയ്ക്ക് ഭംഗിയുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടൊന്ന് താളിക്കാം. നെയ്യ് ഉരുകി നല്ല ചൂടായി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങി. ഇനി ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, അതും കൂടി പൊട്ടിട്ട്. വറ്റൽമുളക് 2 എണ്ണം, പച്ചമുളക് 2 പച്ചമുളക്, ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ്, ഒരു 3 കൊച്ചുള്ളി ചതച്ചത്, ഇച്ചിരി കറിവേപ്പില. ഇത്രയും കാര്യങ്ങൾ ഇട്ടു. ചതച്ച കാര്യങ്ങളും അരിഞ്ഞ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും കളറെല്ലാം മാറി തുടങ്ങി, എല്ലാം മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്കാണ് ഇത് വാടുമ്പോൾ ഭയങ്കരമായിട്ട് ചുരുങ്ങും. ഈ കളറെല്ലാം മാറുതേ നോക്കും, ഒരു വയലറ്റ് കളറാകും, പേർപ്പിൾ പോലെയാകും. പിങ്കെല്ലാം മാറിയിട്ട് ചൂടടിക്കുമ്പോൾ തന്നെ മനസ്സിലായി കളർ മാറുക. യെസ്. ഇനി ഇതൊന്ന് അടച്ചിടാം. ഓക്കെ, കളർ മാറി മാറി വരുന്നത് ആവി കയറും തോറും ഒരു വയലറ്റ് ആകുന്നു. റോസാപ്പൂവിൻ്റെ നിറം മാറി ശംഖുപുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി പാത്രം അടച്ചിട്ടെ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഓക്കെ, ഇതിലിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കണ്ട. ആവിയിലാണ് ഇതിങ്ങനെ പെട്ടെന്ന് വേഗം ഒന്ന് വാടിയാൽ മതി. നോക്കിയാൽ എൻ്റെ കളർ എന്തൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലേ. പിങ്ക് മാറിയിട്ട് പേർപ്പിൾ കളറായി കഴിഞ്ഞു. അതില്ലേ ചുരുങ്ങിയത് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഇനി ഈ സ്റ്റേജിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പ് മതി, ഒരുപാട് വേണ്ട. ഇനി ഇതോടൊപ്പം കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് അടച്ചിടാം. ഇത് തോരനായിട്ടല്ലേ ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തേങ്ങ, ആ തേങ്ങയുടെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നടുക്കായിട്ട് ഇങ്ങനെ അമർത്തി വയ്ക്കും. ഇത്രയും മതി. ഒരു 1/2 കപ്പിനകത്ത് നോക്കിയിട്ട്
1/2 കപ്പ് വരെ ആകാം. യെസ്, ആവി കയറിക്കോട്ടെ. എല്ലാം കൂടി ചേർന്ന് പെർഫെക്റ്റായിട്ട് കിട്ടും. ജസ്റ്റ് 5 മിനിറ്റ്സ്. അപ്പോൾ അടപ്പ് മാറ്റി നോക്കിക്കോളൂ. 5 മിനിറ്റ്. ഇനി ഇളക്കി കൊടുക്കാം. യെസ്, ഓ റെഡി. നമ്മുടെ വിഭവം റെഡി ആയിക്കഴിഞ്ഞു. അഗസ്തിക്കീരാപ്പൂ തോരൻ റെഡി. ഇതിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ എനിക്ക് വേണ്ട. കാര്യം ആ ഒരു നാച്ചുറൽ ആ പൂക്കളുടെ നിറം വയലറ്റ് ആണെങ്കിൽ എന്താ, അതൊരു നാച്ചുറൽ കളറല്ലേ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉപ്പൊക്കെ നോക്കുക, ഓരോത്ത് ചേർക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോർത്തി എടുക്കണം. ഒരുപാട് അങ്ങോട്ട് തോർത്തണ്ട, ചെറിയ ഈർപ്പമുള്ളത് നല്ലതാണ്. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ചെറിയ തീയിൽ 2-3 മിനിറ്റും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം. ഇവിടെ തീ ഓഫ് ചെയ്തു, റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. നമ്മുടെ സോയാ മസാല ഞാൻ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാണ്. കൺസിസ്റ്റൻസി നോക്കിക്കോളൂ. ഞാനിങ്ങനെ ഒരു കുഴമ്പ് പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ചാറ് വെള്ളം കുറച്ചുകൂടി ഒഴിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ ആയിരിക്കും നല്ലത്. എന്താ ടേസ്റ്റ് അറിയോ? അങ്ങനെ നമ്മുടെ കൊച്ചടുക്കളയിൽ നിന്നും മാജിക് ഓവൻ കിച്ചണിലെത്തിയിരിക്കുന്നു. ഡൈനിങ് ടേബിളിൽ എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞാട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇന്ന്, പക്ഷെ ഉള്ള കാര്യങ്ങൾ ഡിഫറെൻ്റാണ്. ചമ്പാവരി ചോറുണ്ട്, നല്ല വെന്ത ചമ്പാവരി ചോറ്. എനിക്ക് അതാണ് ഇഷ്ടം, ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം. മത്തങ്ങ മോര് കറി, ആഹാ, മത്തങ്ങയൊക്കെ ഉടഞ്ഞിങ്ങനെ ചേർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ അഗസ്ത്യപ്പൂ തോരൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ഗംഭീരമായിട്ടിരിക്കുന്നു. പിന്നെ സോയാ മസാലയും റെഡി. അടിപൊളി സോയാ ചങ്ക്സ് മസാല. ഇത് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇത് ചിക്കനാണെന്ന് വിചാരിക്കാം, ബീഫാണെന്ന് വിചാരിച്ച് കഴിക്കാം. എന്താ പറയുക, ഏറ്റവും ബെനിഫിഷ്യലായിട്ടുള്ള കാര്യം ആരോഗ്യത്തിന്. അങ്ങനൊരു ഫ്ലവർ തോരനാണിത്, അഗസ്ത്യപ്പൂ തോരൻ. അത് എത്ര കഴിച്ചാലും നല്ലതാണ്. പിന്നെ ഒരു അച്ചാറും കൂടി ആകാൻ വേണമെങ്കിൽ കന്നിമാങ്ങ അച്ചാറ് വയ്ക്കട്ടെ. ഇനി ഒഴിക്കുന്ന കാര്യം മത്തങ്ങ മോര് കറി. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ടേസ്റ്റ് കഴിക്കാം. ആദ്യം ഈ മസാലയിൽ നിന്ന് തുടങ്ങാം. സോയാ ചങ്ക്സ് മസാല. എന്താ അല്ലേ, ശരിക്കും ഒരു മീറ്റ് കറി കഴിക്കുന്ന പോലെ തന്നെ ഉണ്ട്, മട്ടൺ മസാല കഴിക്കുന്ന പോലെ. വെജിറ്റേറിയൻസ് വേണമെങ്കിൽ എന്നെ ഏതോ ഒരു കമൻറ്റ് ഇങ്ങനെ കണ്ടായിരുന്നു, ചേച്ചി എപ്പോഴും എന്തിനാണ് ഈ ചിക്കൻ മട്ടൺ എന്നൊക്കെ പറയുന്നത് വെജിറ്റേറിയൻ ഫുഡിനെ കമ്പയർ ചെയ്യുന്നത്. വെജിറ്റേറിയൻസിന് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. വെജിറ്റേറിയൻസിൻ്റെ ആണിത്, ദിസ് ഈസ് ഫോർ എ വെജിറ്റേറിയൻ ആൾക്ക്. ഞാൻ നോൺ വെജിറ്റേറിയൻ ആൾക്കാരെ കൂടെ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നോക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത്ര നല്ലതാണ് ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ തന്നെയാണ് ഒരു മസാലയെല്ലാം കൂടി വരുമ്പോൾ. ഇനി നമ്മുടെ അഗസ്ത്യപ്പൂ നോക്കട്ടെ. ഇതിങ്ങനെ തന്നെ കഴിക്കണം, വെറുതെ വയലേക്ക് വെച്ചാൽ തന്നെ എന്താ ടേസ്റ്റ് അറിയാം. പറയാൻ വാക്കുകളില്ല, അതിൻ്റെ ഗുണം ആലോചിക്കുമ്പോൾ കുറേ കൂടി സന്തോഷമാണ്. ഇനി ഒഴിച്ചേറി ആ മത്തങ്ങയും കൂടി കിട്ടുമല്ലോ. ഇനി നിങ്ങൾക്കിത് മോര് ചേർത്ത് ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ പുളി വെച്ചിട്ടും ചെയ്യാം, പുളി ഒഴിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പച്ചമാങ്ങയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മോര് വേണമെങ്കിൽ ഒഴിവാക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ഇംപ്രൊവൈസ് ചെയ്യാം. പക്ഷേ ഇതൊരു നല്ല ടേസ്റ്റാണ്. കുറച്ച് അച്ചാറും കൂടി, കന്നിമാങ്ങ.
കണ്ണിമാങ്ങ അച്ചാറും ഈ ഒരു മത്തങ്ങ മോരുകറി മാത്രം മതി കഴിക്കാൻ. ഓക്കെ, നല്ലൊരു കോംബോ. അതിൻ്റെ കൂടെ മെഴുക്ക് വരട്ടിയും കൂടി ഉണ്ടെങ്കിൽ ഓക്കെ. ഇത് നമുക്കൊരു അഡീഷണലാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ലഞ്ച് മേക്കിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ലഞ്ച് കഴിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നു. ഇനി ഞാനിത് കഴിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങും. ഓക്കെ, ഇനി കുറച്ച് പുറത്ത് പോകേണ്ട കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ പ്ലാനുണ്ട്. ആ വിശേഷങ്ങളും പങ്കിടാം. ഓക്കെ, ഞാനും സന്ധ്യയും കൂടെ കറങ്ങാൻ ഇറങ്ങി. അനുകുട്ടിയില്ല, അതിന് പകരം സന്ധ്യ വന്നിരിക്കണം. സാധാരണ അനുവും സന്ധ്യയും കൂടെയാണ് ഒരേ കറക്കം. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ അനുകുട്ടിയുടെ ഒരു സന്തോഷത്തിന് അനുവിന് ഇതൊക്കെയല്ലേ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഇറക്കാൻ വിചാരിച്ചു. ഞങ്ങൾ ലുലു മോളിലൊക്കെ പോവാണ്. അങ്ങനെ ഞങ്ങൾ ലുലു മോളിൽ എത്തിക്കഴിഞ്ഞു. ഈ ലുലു മോളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരു വൈബാണ് കേട്ടോ. ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഷോപ്പിംഗ് ഏരിയ ആണ്. ധാരാളം ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട്. അതുകൂടാണ്ട് നല്ല നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ വിശാലമായ ഒരു ഏരിയ ആണല്ലോ, ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ. നമുക്കിങ്ങനെ കറങ്ങി നടക്കാം ഇഷ്ടം പോലെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോകുന്ന ഒരു സ്ഥലമാണ് വെസ്റ്റ് സൈഡ്. ഈ വെസ്റ്റ് സൈഡിൻ്റെ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞാൽ കിട്ടാത്തതായിട്ട് നമുക്കിപ്പോൾ ലേഡീസിന് ആവശ്യമുള്ള പല ടൈപ്പ് ഓഫ് ഡ്രസ്സസ് ഉണ്ട്. വെസ്റ്റേൺ ടൈപ്പ് ഉണ്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ വെയർ ഉണ്ട്. അതായത് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താണോ ആ ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺസും ഒക്കെ കിട്ടും. പിന്നെ ഇന്നർവെയർസ്, പിന്നെന്താ പറയുക, ചപ്പൽസ്, പിന്നെ ആക്സസറീസ്, എന്തൊക്കെ വേണം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല വിശാലമായൊരു സ്റ്റോറാണത്. അവിടെയും കുറേ നേരം മേടിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് കറങ്ങി നടക്കാം. പക്ഷെ എനിക്ക് സാധാരണയായിട്ട് ഞാൻ ഇവിടെ വരികയാണെങ്കിൽ വെസ്റ്റ് സൈഡിൽ പോകാനാണ് കൂടുതലായിട്ടും ഇങ്ങോട്ട് വരുന്നത് ബേസിക്കലി. സ്പേഷ്യസ് ഫിറ്റിംഗ് റൂംസ് ഉണ്ട് ഇവിടെ. നിറച്ച് കുറേ ഉടുപ്പെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ ഏത് ശരിയാണെന്ന് അറിയില്ലല്ലോ, നോക്കാം. ഓരോരോ ടോപ്സായിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് ടീഷർട്ടാണ്, പക്ഷെ എൻ്റെ മെഷർമെൻറ്റ് സൈസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ എപ്പോഴും എടുക്കുന്നത് പക്ഷെ മറന്നു കേട്ടോ. ഇപ്പോൾ ലാർജ് എടുത്തിട്ട് വന്നു. പക്ഷേ ഈ ഒരു ബ്രാൻഡിന് ലാർജ് വേണ്ട, എനിക്ക് മീഡിയം മതി. അപ്പോൾ സന്ധ്യ എനിക്ക് മാറ്റിയെടുക്കാൻ പോയിരിക്കുകയാണ് എല്ലാ ടോപ്സും. ഞാനിവിടെ വെയിറ്റിംഗ്. ഡ്രസ്സിങ് റൂമിനകത്ത് ഫിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യും. ഇത് ചെയ്യാമെന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. പക്ഷേ ഇതെനിക്ക് മീഡിയവും വേണ്ട, കർവ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് എനിക്കോട് ഇനിയിപ്പോൾ സ്മോള് മതിയാവും. ഇപ്പോൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ജീൻസാണ് കൂടുതൽ ഉപയോഗിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷർട്ട്സ് അങ്ങനത്തെ ടോപ്സൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. വെസ്റ്റ് സൈഡിൽ കുറേ കളക്ഷനുണ്ട്. വെസ്റ്റേൺ ആണെങ്കിലും നമ്മുടെ വേറെ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സ് ഇവിടെ കിട്ടും. പിന്നെ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ടല്ലോ, ഞാൻ എവിടെ നിന്നാണ് ടോപ്സൊക്കെ നമ്മുടെ കുക്കിംഗ് വ്ളോഗ്സിലൊക്കെ കാണിക്കുന്ന ടോപ്സും പിന്നെ അതുപോലെ അല്ലാണ്ട് നമ്മുടെ വ്ളോഗ്സിലൊക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിക്കാറില്ലേ. അതിൻ്റെ ഒരു ഉത്തരം കൂടിയാണ് ഈ ഒരു ഷോപ്പ്. കൂടുതലും വാങ്ങുന്ന വെസ്റ്റ് സൈഡിൽ നിന്നാണ്. പിന്നെ ഇവരുടെ തന്നെ വേറൊരു ബ്രാൻഡാണ് ഉത്സ എന്ന് പറഞ്ഞിട്ട്. അത് സിറ്റിയിലാണ്. ഞാൻ കുറവങ്കോണത്തുള്ള ആ ഒരു ഷോപ്പിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അവിടെയും പോകാറുണ്ട്. പിന്നെ ഇവിടെ വേറെ ഒരുപാട് സ്റ്റോഴ്സ് ഉണ്ട്. എല്ലായിടത്തും കയറും കേട്ടോ. എല്ലായിടത്തും കയറിയിട്ട് ഇഷ്ടപ്പെടുന്നത് ഏത് കടയിലാണെങ്കിലും അവിടുന്ന് വാങ്ങും. പാരഗൻ്റെ അകത്തിരിക്കുന്നു. യെസ്, ഫുഡൊക്കെ ഓർഡർ ചെയ്തു. 4:30 നമ്മൾ പറഞ്ഞ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വരും. പത്തിരി, പാരഗൺ മാസ്റ്റർ പീസ് ഐറ്റംസ് ആണല്ലോ. ഫിഷ് മാംഗോ കറി. യെസ്, നെമ്മീൻ്റെ നമ്മൾ പറഞ്ഞത്. നെമ്മീൻ്റെ പീസൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഉണ്ട്. പിന്നെ അപ്പോൾ ഇല്ല ഈ സമയത്ത്. അത് കാരണം പത്തിരി പിന്നെ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചമ്മന്തി, റൈത്ത, അച്ചാർ, പപ്പടം, ഷമാം ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസ്. അതാണ് നമ്മുടെ ലഞ്ച്. 4:30 ലഞ്ച്. വലിയ തിരക്കില്ല ഈ സമയമായതുകൊണ്ട്. ഔട്ടിംഗ് ഡേ അവസാനം ഗസ്റ്റായിരുന്നു. ഇന്ന് നമുക്ക് ലാഭത്തിന് കിട്ടി. കാര്യം ബർത്ത്ഡേ മന്ത് ആയതുകൊണ്ട് എനിക്ക് 20% ഡിസ്കൗണ്ട് കിട്ടി. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയി. പിന്നെന്താ, കുറേ മേടിച്ചു. ഒരുപാടല്ല, നല്ല കുറച്ച് ആവശ്യത്തിന് മേടിച്ചിട്ടുണ്ട്. ഒരു ലഞ്ചോട് കൂടി പിരിയുന്നു. പാരഗൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഇതും വളരെ അവരുടെ ട്രേഡ് മാർക്കാണ് ഈ 2-3 കാര്യങ്ങൾ. നൈസ്. ആ സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് കറക്റ്റ്.
ലുലു ഫാഷൻ സ്റ്റോർ സെലിബ്രേറ്റ്. വി ആർ ഗോയിങ് ടു മിനിസോ. കുറച്ച് കോട്ടൺ പാഡ്സ് ഒക്കെ വാങ്ങിക്കണം. ഇതാണ് ആവശ്യം. യെസ്. നമുക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാനേ ഈസിയാണ്. ഇഷ്ടംപോലെ ഫേഷ്യൽ മാസ്കുകളുണ്ട്. കൂളിംഗ് ഫേഷ്യൽ മാസ്ക് ഒക്കെ നല്ലതായിരിക്കും. കുക്കുംബർ, മിനിസോ. ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമില്ല അല്ലേ? അങ്ങനെയല്ല, ഒരു സന്തോഷമായിട്ട് ഇങ്ങനെ സൈറ്റ് സീയിങ് പോലെ കണ്ട് നടക്കാം. കൂളാണ്, ഒരു നല്ല രസമുണ്ട്. ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം പോലെ. പുറത്ത് ചൂട്, അകത്ത് തണുപ്പുണ്ട്. കൂൾ. അപ്പോൾ ഞങ്ങൾ മിനിസോയിൽ നിന്ന് ഇറങ്ങി. ഇനി എന്താണ് ലുലു സെലിബ്രേറ്റ്. അവിടെ നിന്ന് കൂടി ഒന്ന് കയറി വെച്ച് തിരിച്ചു. ലുലു സെലിബ്രേറ്റ്. ഫാബ് ഇന്ത്യ ഷോറൂം. അതേ ബ്ലൗസസ്, റെഡിമെയ്ഡ് ബ്ലൗസസ്. ഫാബ് ഇന്ത്യയുടെ അകത്ത് കയറിയിരിക്കാൻ ഇവിടുത്തെ ഒരു ഫിറ്റിംഗ് റൂം. ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് നോക്കാം, ഇട്ട് നോക്കാം. വീണ്ടും നമ്മൾ വെസ്റ്റ് സൈഡിൻ്റെ അവിടേക്ക് പോകുന്നു. ഇവിടെ ക്രോപ്പ് ടോപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ബ്ലൗസ്, സാരിയുടെ ബ്ലൗസായിട്ട് ഉപയോഗിക്കാം. എനിക്കത് പോലെ പിള്ളേരുടെ അമ്മമാരും കയറുന്നുണ്ടല്ലേ? ഓക്കെ, അങ്ങനെ കുറച്ച് റെഡിമെയ്ഡ് ബ്ലൗസസ് കിട്ടി. ബ്ലൗസ് ശരിക്കും ഇത് ക്രോപ്പ് ടോപ്പാണ്. അത് ബ്ലൗസായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്രോപ്പ് ടോപ്സ് കൺവേർട്ടഡ് ടു ബ്ലൗസ് അങ്ങനെ ഉപയോഗിക്കും. ഇന്നത്തെ കലാപരിപാടിയെല്ലാം കഴിഞ്ഞു തിരിച്ചു പോകും. സന്ധ്യയുടെ കൈ നിറച്ച് പലഹാരങ്ങളല്ല തുണികളാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യും. തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു അല്ലേ? നമ്മൾ ഔട്ടിങ് വാസ് ഗുഡ്. സമയം പോയത് അറിഞ്ഞില്ല. സത്യം കേട്ടോ. ഇപ്പോൾ 5:06 6:30. ഞാൻ അതുപോലും അറിയുന്നില്ല. ഇത് നമുക്ക് ബെസ്റ്റ് സ്ഥലമാണ്. ഇവിടെ വലിയ ബഹളവും ഇല്ല. ലുലുങ്ങളും കൊള്ളാം. മൺഡേ ആയതുകൊണ്ട് നല്ലൊരു വർക്കിംഗ് ഡേ ഈസ് ഗുഡ്. ഇന്ന് സന്ധ്യയുടെ കാറിലാണ് വന്നത്. അങ്ങനെ ഫൈനലി ലുലു മോൾ കറക്കമെല്ലാം കഴിഞ്ഞ് ഞാനും സന്ധ്യയും കൂടി തിരിച്ച് വീട്ടിലേക്ക് യാത്ര തുടങ്ങി. പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായി സൺസെറ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ രാത്രിയൊന്നും ആയില്ല, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ വീട്ടിലെത്തുമ്പോൾ സൺസെറ്റ് ആകില്ല, അതിന് മുമ്പ് തന്നെ നമ്മളെത്തും. അപ്പോൾ രാത്രിയാകുന്നതിന് മുമ്പേ വീട്ടിൽ കയറാം. ഇവിടുന്ന് വളരെ അടുത്താണ് ഞങ്ങളുടെ 2 ആളുടെ വീടും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തും. വലിയ ട്രാഫിക്കൊന്നും കാണുന്നില്ല ഇപ്പോൾ. എന്തായാലും നല്ലൊരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.